പേട്രിയറ്റ് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിൽ തർക്കം. തിയേറ്റർ ഉടമകൾ നിർമ്മാതാവിന് നൽകേണ്ട വിഹിതത്തെ ചൊല്ലിയാണ് തർക്കം. ആദ്യത്തെ 2 ആഴ്ച 60% വിഹിതം ഉടമകൾ നൽകണമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടതാണ് ഈ തർക്കത്തിന് കാരണം. ചിത്രം ഏപ്രിൽ 23-നാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന പേട്രിയറ്റ് എന്ന ചിത്രം ഏപ്രിൽ 23-ാം തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒരുമിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അത് മാത്രമല്ല, വലിയ താരനിരയാണ് ഈ ചിത്രത്തിലുള്ളത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാരയടക്കം വലിയ താരനിര അണിനിരക്കുന്ന ഒരു ചിത്രമാണ്. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ പോസ്റ്ററൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളും ചിത്രത്തിന്റെ നിർമ്മാതാവും തമ്മിൽ വിഹിതത്തെ ചൊല്ലി ഒരു തർക്കമുണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഈ ഫിയോക്കും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഹിതം എന്നത് ചിത്രം റിലീസ് ചെയ്ത് ആദ്യത്തെ ആഴ്ച 60-40 എന്നിങ്ങനെയാണ്. അതായത് ചിത്രത്തിന്റെ 60% വിഹിതം നിർമ്മാതാവിനും 40% വിഹിതം തിയേറ്റർ ഉടമകൾക്കുമെന്നാണ്. തൊട്ടടുത്ത ആഴ്ച, അതായത് ചിത്രം റിലീസ് ചെയ്ത് 2-ാമത്തെ ആഴ്ച 55% വിഹിതം നിർമ്മാതാവിനും 45% വിഹിതം തിയേറ്റർ ഉടമകൾക്കുമെന്നതാണ്. ഇനി 3-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 50-50 എന്നിങ്ങനെ ഒരു അനുപാതത്തിലേക്ക് എത്തും. പക്ഷേ ഈ ചിത്രത്തിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാതാവ് തിയേറ്റർ ഉടമകളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 2 ആഴ്ച 60-40 എന്നിങ്ങനെ വിഹിതം വേണമെന്നതാണ്. അതായത് ആദ്യത്തെ 2 ആഴ്ച 60% വിഹിതം നിർമ്മാതാവിന് വേണം എന്നതാണ്. അപ്പോൾ ഈ തിയേറ്റർ ഉടമകൾ അല്ലെങ്കിൽ ഈ ഫിയോക്ക് പറയുന്നത് ഇത്തരത്തിലാണ് ഈ ഒരു ടേംസ് അല്ലെങ്കിൽ ഒരു വിഹിതം എന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തിയേറ്റർ ഉടമകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ്. ചിത്രത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇങ്ങനെ ഒരു ടേം കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും തങ്ങൾ ഞെരുക്കത്തിലാകും. കറണ്ട് കാശ് പോലും അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രത്തിൻ്റെ നിർമ്മാതാവും മാതൃഭൂമിയോട് പ്രതികരിച്ചിരുന്നു. 140 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ടേം വെച്ചില്ല എങ്കിൽ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ 60-40 എന്നിങ്ങനെ ഈ 2 ആഴ്ചത്തെ ടേമിലേക്ക് കടക്കാൻ കാരണമെന്ന് തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആൻഡോ ജോസഫ് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത വലിയ മുതൽ മുടക്കുള്ള സിനിമയാണിത്. അപ്പൊ ഈ സിനിമ ഇതിനു മുമ്പ് ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞ 60% ടേംസും 55 ടേംസും ഒക്കെ ഞാനും എഗ്രിമെന്റ് വെച്ചിട്ടുള്ളൂ. ഇതിന്റെ മുതൽ മുടക്ക് മറ്റ് തിയേറ്ററുകളിൽ നിന്നും ഡിജിറ്റൽ സാറ്റിൽ നിന്നും ഒക്കെ തിരിച്ചു പിടിക്കാണ്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്കും വേണ്ടി മാത്രമായി 60% ടേംസ് ചോദിച്ചത്. എഗ്രിമെന്റ് നേരത്തെ ഉണ്ട്. ആ എഗ്രിമെന്റ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂയിലേക്ക് വന്നേക്കുന്നത്. എഗ്രിമെന്റ് ആരും തിയേറ്ററുകളിൽ ഒപ്പിട്ട് കൊടുക്കരുത് എന്നും പറഞ്ഞ് ഫിയോക്കിന്റെ ഗ്രൂപ്പിലെ വാട്സ്ആപ്പ് ചാറ്റിലൊക്കെ വന്നത്. ചിത്രം ഏപ്രിൽ 23-ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആകണമെങ്കിൽ നിർമ്മാതാവും തിയേറ്റർ ഉടമകളും തമ്മിൽ ചർച്ചയിലൂടെ മാത്രമേ ഒരു പരിഹാരം കാണുക സാധ്യമാവുകയുള്ളൂ. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ യാതൊരു പ്രതിസന്ധിയും കൂടാതെ ചിത്രം ഏപ്രിൽ 23-ന് തിയേറ്ററുകളിൽ റിലീസാകും. മനോജ് മാളിശ്ശേരിക്കൊപ്പം സ്നേഹ മോലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.